പണിയൊന്നും കഴിഞ്ഞിട്ട് ചെയ്യാ. അവിടെ 2 മണിയാകുമ്പോ ഇറങ്ങുന്ന പറഞ്ഞത്. ഞങ്ങളോട് ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേനും അവിടെ എത്തിയാൽ മതി, ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 2:30 ആവുന്ന പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് ഒരു 12 മണിക്ക് പോകണമെന്ന് കരുതിയിട്ടാ. നാത്തൂനൊന്നും ഇല്ല, ഞാൻ വരുന്നത് തന്നെ പറഞ്ഞിട്ടില്ല ഓളോട്. വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇവിടെ വരുവടി, ഒരു സുഖം ഉണ്ടാവില്ല മോളെ വന്നിട്ടുണ്ടെങ്കിൽ. ഞാൻ വിളിച്ചെത്തിയിട്ടൊന്നുമില്ല. ഞമ്മക്ക് വേണ്ടടോ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ. വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇക്കാന്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞാണ്ട് ഒരാഴ്ച ഇവിടെ നിൽക്കും. ഇവിടെ മക്കള് പറയുന്നുണ്ട് ഇക്ക വന്നതിന്റെ ശേഷം എവിടേക്കെങ്കിലും ഒക്കെ ടൂറ് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. വന്നിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഓളോർക്കോട് കൊണ്ടുപോയി കൊടുക്കണം എന്നല്ലാതെ വരണൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്റെ ഉമ്മ ഉണ്ട് ഇവിടെ. ഇന്റെ ഉമ്മാനെ ഞാൻ ഒരാഴ്ച ഇങ്ങോട്ട് വിളിച്ചെത്തിയിട്ട്, ഇക്കൊരു പേടിക്കായിട്ട് വിളിച്ചെത്തിയാണ്. പിന്നെ അതിനൊരു സന്തോഷമല്ലോടോ, അതിന്റെ മരുവും വരികയെന്ന് പറയുമ്പോൾ ഏതൊരു മാർക്കുണ്ടാകുന്ന മാർക്കൊരു സന്തോഷല്ലേ. അതന്നെ. അയിലാന്നാ പറഞ്ഞത്. ഇത് കിട്ടിയിട്ടുണ്ട്, കോര. കോരയും പിന്നെ ചോറും വെച്ചു. മൂപ്പരാൾ ആരെയോ പറഞ്ഞിരുന്നു നാടൻ ചോറ് മതിയിട്ട ബിരിയാണി നെയ്ച്ചോറൊന്നും ഉണ്ടാക്കി വെക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, രാവിലെ മീൻകാരൻ്റെ അടുത്ത് കോര വാങ്ങി ചോറും വെച്ച് വെച്ചിരിക്കണ്. ചോറും വെച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാൽ വരുമ്പോതിനാണ്ട് ആയിക്കോളല്ലോ. പിന്നെ കോര കറിയും വെക്കാന്ന് വിചാരിച്ച്. അതിന് ഈ നാടൻ ചോറ് നാടൻ കറിയൊക്കെയാണ് ഇഷ്ടേ. അവിടെ എപ്പോഴും ബിരിയാണി നെയ്ച്ചോറൊക്കെ തിന്നുന്നാണ് മൂപ്പരാൾ പറച്ചില്. നാത്തൂനറിഞ്ഞ എന്ത് പ്രശ്നം? പിന്നെ എല്ലേതിപ്പോ ഓരോട് പറഞ്ഞിട്ട് ചെയ്യാനൊന്നും പറ്റൂലല്ലോ. എന്റെ അമ്മായിയും അമ്മോസനും ഉണ്ടായിരുന്നു മോളെ എല്ലാ കാര്യങ്ങളും ഓളും അറിയായിരുന്നു. ഇവിടെ ഒരു ഉപ്പ് കൂടുതലായിട്ട് വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓളെ അറിയായിരുന്നു. പിന്നെ ഓളില്ലാത്തൊരു പരിപാടി ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ പരിപാടി ഒന്നല്ലല്ലോ, ഓളെ ആങ്ങളെ ഗൾഫിൽ നിന്ന് വരുന്നതല്ലേ. അത്ര വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. ആയിക്കോട്ടെ, എന്നാ ശരിയടി, ഞാനും വെക്കട്ടെ.